എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെ വലിയൊരു ഹൈപ്പിൽ കൊണ്ടുവന്നത് പൃഥ്വിരാജാണ്. കാരണം ലൂസിഫർ എന്ന് പറയുന്ന ഒരൊറ്റ സിനിമയിലൂടെ മലയാളം സിനിമയുടെ രീതി തന്നെ ഒരൊറ്റടിക്ക് മാറ്റിമറിച്ചിട്ടുള്ള ഒരു ബെസ്റ്റ് നമ്പർ 1 സംവിധായകനായി മാറി പൃഥ്വിരാജ്. ആ നമ്പർ 1 സംവിധായകൻ എന്ന് പറയുന്ന പൃഥ്വിരാജ് എമ്പുരാൻ എന്ന് പറയുന്ന ലൂസിഫറിൻ്റെ 2ാം ഭാഗത്തിന് വേണ്ടിയിട്ട് ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തുകയെന്ന് പറയില്ല, അതായത് കണ്ണിലെ എണ്ണ ഒഴിപ്പിച്ച് കാത്തിരുത്തി. എന്നിട്ട് ലാലേട്ടന് എടുത്ത പൊന്താത്ത ഒരു വലിയൊരു ഹൈപ്പിലുള്ള ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചെടുത്തു. ആ ഒരു കഥാപാത്രത്തിൻ്റെ മികവ് നിലനിർത്താൻ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിലൂടെ പൃഥ്വിരാജിന് സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു 70% എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ മോഹൻലാലിൻ്റെ കരിയറിൽ തന്നെ ഇതുപോലൊരു ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ ഇതുവരെയും വന്നിട്ടുമില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് രാജമൗലിയൊക്കെ മറ്റു ഭാഷയിലുള്ള ചിത്രങ്ങൾ KGF, ബാഹുബലി എന്ന് പറയുന്നത് രാജമൗലിയുടെ സിനിമ, KGF വേറെ ആളുടെ സിനിമ. അപ്പോൾ അങ്ങനത്തെ വലിയ ബ്രഹ്മാണ്ഡമായ സിനിമകളൊക്കെ നമ്മൾ മറ്റു ഭാഷകളിലൊക്കെ കണ്ടിട്ടുള്ളൂ, മലയാളത്തിൽ അങ്ങനെ പിറവി കൊണ്ടിട്ടില്ല. ആ ഒരു ഘട്ടത്തിലേക്ക് ഈ ഒരു സ്റ്റെപ്പായിട്ട് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയാണ് ഒരു സിനിമയെ മാറ്റിമറിച്ച് മലയാള സിനിമ എന്ന് പറയുന്നത്. എന്നിട്ടോ മോഹൻലാലിന് സാധാരണ രീതിയിലുള്ള കാഴ്ചപ്പാടിലുള്ള സിനിമ പ്രേക്ഷകർ വിലയിരുത്തിയ മുണ്ട് മടക്കി കുത്തി മീശ മുറുക്കി കുത്തി ആ പാട്ട് വരെ അങ്ങനെയാണല്ലോ. അപ്പോൾ ലാലേട്ടൻ്റെ ആ ഒരു കൺസെപ്റ്റ് നിന്ന് മാറ്റിയിട്ട് കോട്ടും സൂട്ടൊക്കെ ഇട്ട് ഒരു ഗെറ്റപ്പിലേക്ക് കൊണ്ടുവന്ന് ഒരു വലിയൊരു സംഭവമായിട്ട് സൃഷ്ടിച്ചിട്ട് ഒരു എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെ ഇത്രമാത്രം ആളുകൾക്കിടയിൽ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ അവർ കൊടുത്ത പ്രമോഷനിലൂടെക്കാൾ ഉപരിയായിട്ട് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഓരോ പ്രേക്ഷകനും പുലർച്ചെയാകുമ്പോൾ പോയി പടം കണ്ടിറങ്ങുമ്പോൾ അവന് വേണ്ട രീതിയിലുള്ള ഒരു സംഗതി ആ സിനിമയിൽ നിന്നും കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഭയങ്കര വിഷമം തന്നെയാണ്. കാരണം ഇതെല്ലാം പൊക്കി വെച്ചത് പൃഥ്വിരാജിൻ്റെ ഒരൊറ്റ സംവിധാനത്തിലാണ്. നേരെ മറിച്ച് പൃഥ്വിരാജിൻ്റെ ആദ്യത്തെ പടമാണെങ്കിൽ ഉറക്കുളക്കില്ലായിരുന്നു എന്നുള്ളതല്ല, ഇത്ര ടെൻഷൻ ഉണ്ടാവില്ലായിരുന്നു. ഇതിപ്പോൾ എന്തുണ്ടായി, പല ആളുകൾക്കും പല അഭിപ്രായമാണ്. അപ്പോൾ പല കമൻറ്റുകളും വരുന്നത് എന്താ വെച്ചാൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാവാണ്ടാണ് സിനിമ, അല്ലെങ്കിൽ ഇത് വേറെ വിദേശത്തെടുത്ത സിനിമയാണ്, അതുകൊണ്ട് സാധാരണ ലാലേട്ടനതിൽ കാണാൻ കഴിയില്ല. ഓക്കെ, എല്ലാം സമ്മതിച്ചു. പക്ഷെ സാധാരണക്കാരനെന്നല്ല, മോഹൻലാലിനെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് മോഹൻലാലിനെയാണ് സിനിമയിൽ കാണേണ്ടത്. അപ്പോൾ മറ്റുള്ള റിവ്യൂവേഴ്സൊക്കെ ഊക്കി പറയുന്നതിൻ്റെ കാരണമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ വരെ അത്രയും ഇഷ്ടപ്പെട്ടിട്ടുള്ള കട്ട ഫാൻസുകാരായിട്ടുള്ള ആളുകൾ വരെ ഈ സിനിമ കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുഖം താത്തിയിട്ട് പോണു മിസ്റ്റർ. നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് ചെയ്യാനുള്ള കഴിവുണ്ട്, അദ്ദേഹത്തിന് ചെയ്യിപ്പിക്കാൻ അദ്ദേഹം സ്ക്രീനിൽ വേണ്ടേ. 40 മിനിറ്റ് സ്ക്രീനിൽ കാണാനാണെങ്കിൽ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇതൊക്കെ എവിടത്തെ ന്യായെന്ന് പറഞ്ഞത്. പൃഥ്വിരാജ് തന്നെ ഞാൻ തന്നെ കഥ എഴുതി, ഞാൻ തന്നെ സംവിധാനം ചെയ്ത്, സന്തോഷ് പണ്ഡിറ്റിനൊക്കെ നമ്മൾ ഒരുപാട് കളിയാക്കി ഉണ്ടായിരുന്ന ഒരു കാലത്ത്. ഇതിപ്പോൾ അദ്ദേഹം തന്നെയല്ലേ ചെയ്തേക്കണം. അദ്ദേഹം സംവിധാനം ചെയ്യണു, അദ്ദേഹം തന്നെ മുരളി ഗോപിനെ വെച്ച് കഥ എഴുതണു, അദ്ദേഹം തന്നെ സിനിമയിൽ സ്കോർ ചെയ്യണു, ലാലേട്ടനേക്കാൾ ഒരു പൊടിക്ക് മുന്നോട്ട് കയറി നിന്നിട്ട് ഇടിക്കണു. എന്തുവാടെ ഇത്? ഇപ്പം പൊങ്കാലിട്ടിട്ട് പൃഥ്വിരാജിന് ഇരിക്കാൻ പറ്റില്ല. രാജപ്പൻ എന്നുള്ളൊരു പേരൊക്കെ വീണ്ടും വന്നു എന്നുള്ളത് തന്നെയാണ് രാജുവിന് മനസ്സിലാവേണ്ടത്, പൃഥ്വിരാജിനും മനസ്സിലാവേണ്ടത് എന്നുള്ളതാണ്. ദയവ് ഇത് L3 എടുക്കുമ്പോൾ എല്ലാത്തിനും കുറവുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാവരുടെയും ഈ ഒരു 2-ലുള്ള കുറവ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 3-ൽ അതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇറക്കുക എന്നുള്ളതാണ് ഒരു അഭിപ്രായം. പിന്നെ എടുത്ത് പറയേണ്ട വേറൊരു കാര്യം, രാജുവേട്ടന് പണി അറിയാം, പൃഥ്വിരാജിന് പണി അറിയാം, പക്ഷേ ജനങ്ങളുടെ പൾസ് അറിയില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് സാധാരണ പ്രേക്ഷകർ ലാലേട്ടനെ കാണാൻ ആഗ്രഹിക്കുന്നത് സ്ക്രീനിൽ എന്നുള്ളതാണ്. അത് ആസ്പെക്ട് റേഷ്യോ നോക്കിയിട്ട് ഐമാക്സ് നോക്കിയിട്ടല്ല, ലാലേട്ടൻ എന്ന് പറയുന്ന മോഹൻലാലിനെ കാണാനാണ് പ്രേക്ഷകർക്ക് ഇഷ്ടം. അപ്പോൾ താങ്ക് യു, അധികം പറയുന്നില്ല. നന്ദി, നമസ്കാരം.